പിന്നെ വിദേശത്ത് 9 മിനിറ്റ് കഴിഞ്ഞു. പ്ലീസ്. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, UDF ഗവൺമെന്റിന്റെ കാലത്തൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് വിദേശത്ത് പഠിക്കാൻ. ഈ പറയുന്ന ഒരുപാട് പൈലറ്റ് സ്കീമിനൊക്കെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പൊ ഇപ്പൊ ആകാശത്തൊക്കെ നോക്കി ഏവിയേഷൻ പദ്ധതി പറഞ്ഞ നന്നായി. ആ വിങ്സ് എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞു. അതിൽ 2 കോടി രൂപ ഉണ്ടായിരുന്നത് 1 കോടി രൂപയ്ക്ക് വെട്ടിക്കുറച്ച ആളാണ്. ഇപ്പൊ 1 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ച ആ വിങ്സ് പദ്ധതിയുടെ 2 കോടി രൂപ. എന്റെ മിനിസ്റ്ററെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇനി ഞങ്ങൾ പറഞ്ഞുതരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ വെട്ടിക്കുറവുള്ള ഓരോ പ്രോജക്റ്റുകളിലും വിവിധ പദ്ധതികളിലെ പ്ലാൻ പ്രോഗ്രസ് ഫെബ്രുവരി 13 ആയല്ലോ. പ്ലാൻ പ്രോഗ്രസ് ഹൗസ് ടു ഹൗസ്ലെസ്, കംപ്ലീഷൻ ഓഫ് പാർഷ്യലി കൺസ്ട്രക്റ്റഡ് ഹൗസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ് ഹോൾഡ്സ് എത്രയാണെന്നറിയാമോ? പ്ലാൻ എക്സ്പെൻഡിച്ചർ 40%. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ് ഓഫ് SC ഗേൾസ് 39%. അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ SC സ്റ്റുഡൻസ് 67%. ട്രെയിനിങ് എംപ്ലോയ്മെന്റ് 56. വാത്സല്യനിധി 0. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് 0. അംബേദ്കർ വില്ലേജ് ഡെവലപ്മെന്റ് 39%. ഹെൽത്ത് കെയർ 42. എംപവർമെന്റ് സൊസൈറ്റീസ് ഫോർ SC യൂത്ത് 0. ഹൗസിംഗ് സ്കീം ഫോർ ഹോംലെസ് SCs അണ്ടർ ലൈഫ് മിഷൻ 30%. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങ് എന്റെ പ്രസംഗം വെറുതെ അങ്ങായിട്ട് വഴക്കിടിപ്പിക്കില്ല എന്നെ. പറയല്ലേ, ഞാൻ ഈ പരിപാടി എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 മന്ത്രിമാര് ഇവിടെ മറുപടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സർ ഇവിടെ AG റിപ്പോർട്ടിൽ എന്താ ഇപ്പൊ കുട്ടികളുടെ സ്ഥിതി എന്താ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ. AG റിപ്പോർട്ട് എന്താ? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് 2018-22 അധ്യയന വർഷങ്ങളിൽ വിവരം ശേഖരിച്ചു. മനസ്സിലായ 19,379 വിദ്യാർത്ഥികൾക്ക് 2018 മുതൽ 21 വരെ അധ്യയന വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. AG റിപ്പോർട്ടാ. നിങ്ങൾ വയനാട് ജില്ലയിലടക്കം എത്ര വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഗ്രാൻസും നിങ്ങൾ 1 വർഷത്തിലാക്കി. ആ 1 വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. എത്ര പേര് പഠനം നിർത്തി പോന്നു എന്നറിയാമോ? ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര പേര് പ്രൊഫഷണൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അല്ലല്ലേ? അവർ വളർന്നു വന്നിട്ടല്ലേ ഇതിന്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായി നമ്മൾ കൊടുക്കുന്ന റിസർവേഷന്റെ ഭാഗമായി നമ്മൾ അവരെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന സഹായമാണ് ഈ പദ്ധതികളെല്ലാം. ഈ പദ്ധതികൾ ഞാൻ വിവരിക്കുന്നില്ല. AG റിപ്പോർട്ട് കണ്ടാൽ എത്രയോ സ്ഥലങ്ങളിൽ 2018 കൊടുത്തിരിക്കുന്ന അപേക്ഷ 2022 വരെ പെൻഡിംഗ് ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങ് എന്റെ പ്രസംഗം അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങ് പറയുന്നതിൽ നിന്ന് കണ്ടത്. അങ്ങനെ പ്രകോപനപരമായ രീതിയിലേക്കാണ് ഇപ്പോൾ സ്പീക്കറുടെ ഇടപെടൽ പോയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു. സ്പീക്കർ ഇടപെട്ടു അനാവശ്യമായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സംസാരിക്കുമ്പോൾ അടിക്കടി ഇടപെടുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നിട്ട്. പ്രശാന്ത്, ഇപ്പോൾ ഈ KT ജലീലിന്റെ സ്വതക്ഷണിക്കലിനിടയിൽ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള വാക്കേറ്റം ഏത് വരെ പോയി? മാധു, ഇപ്പോൾ നമ്മൾ ഓൺ എയർ കേട്ട ഭാഗത്തിന് ശേഷമാണ് ബഹളം തുടങ്ങുന്നത്. ആ ബഹളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ അങ്ങ് കൺക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ അവസരത്തിലാണ് പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായത്. എനിക്ക് സംസാരിക്കുക എന്നത് എൻ്റെ അവകാശമാണ്, ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോകാൻ അനുവദിക്കില്ല. സംസാരിക്കുന്നത് തൻ്റെ അവകാശമാണ്, സഭ നടത്തണമോ എന്നത് സ്പീക്കർ തീരുമാനിക്കണമെന്നും
പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ പറഞ്ഞു, ഞാൻ 9-ാം മിനിറ്റിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങ് എന്റെ പ്രസംഗം തടസ്സം. ഒറ്റ മിനിറ്റ് പ്രശാന്ത്, ഇപ്പോഴും സഭയിൽ പ്രതിഷേധം തുടരുകയാണല്ലോ, അതിന്റെ തത്സമയത്തിലേക്ക് പോവാം.